നമസ്തേ നമസ്തേ നമസ്തേ. ശ്രീ മഹാദേവൻ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളും എല്ലാം മഹാദേവൻ തരട്ടെ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ആഴ്ച പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ കുംഭക്കൂർ. ഈ കുംഭക്കൂറിലെ കുറച്ച് നക്ഷത്രങ്ങളുടെ ഫലങ്ങളാണ് നമ്മൾ ഈ ആഴ്ച പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രം, ഇത് മൂന്നുമാണ് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. അപ്പോൾ ആ നക്ഷത്രങ്ങൾക്ക് ചില കാര്യങ്ങളിൽ ഗുണസ്ഥിതിയും ചില കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുകളും മാനസിക ക്ലേശങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മിഥുനമാസമായാലും കർക്കിടക മാസമായാലും ഈ സ്ഥിതി തന്നെ ആവുള്ളൂ. ഇതിനകത്ത് വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം അങ്ങനത്തെ ഒരു സമയമാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ നാളുകാർക്ക് പ്രധാനമായിട്ടൊരു ഗുണം എന്ന് പറഞ്ഞാലേ ഇവർക്ക് സംരംഭങ്ങളൊക്കെ പുതിയത് തുടങ്ങാൻ പറ്റിയൊരു സമയമാണിത്. എന്താ പുതിയ കച്ചവടങ്ങളാ, പുതിയ ജോലി കാര്യങ്ങളാ, പുതിയ എന്തെങ്കിലും പ്രവൃത്തി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സമയമാണ് ഇത്. അതുപോലെ തൊഴിൽ രംഗത്ത് അല്പം മെച്ചമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തൊഴിലിൽ ഏതെങ്കിലും രീതിയിലൊക്കെ മെച്ചപ്പാടുണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഈ സമയത്ത്. അവിട്ടക്കാർക്കും ചതയക്കാർക്കും പൂരുരുട്ടാതി നക്ഷത്രക്കാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ തൊഴിൽ രംഗത്ത് അല്പം അഭിവൃദ്ധി കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അവർക്കുള്ളൊരു മാനസിക ക്ലേശം, വിഷമസന്ധി എന്ന് പറഞ്ഞാൽ ദാമ്പത്യ ജീവിതം അനുഭവിക്കുന്ന ആൾക്കാർക്ക് ക്ലേശങ്ങളുണ്ടാവും. അന്യോന്യം കലഹിക്കാനും വിഭിന്നമായിട്ട് രണ്ട് വീടുകളിൽ താമസിക്കാനും സാമ്പത്തികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കലഹിക്കാനൊക്കെ സാധ്യതയുണ്ട്. അതൊരു പ്രധാന സങ്കടാവസ്ഥയാണ്. ഈ നക്ഷത്രക്കാരെ അനുഭവിക്കുന്ന ഒരു പ്രധാന സങ്കടാവസ്ഥയാണ് ഈ സമയത്തിൽ. ദാമ്പത്യ ജീവിതത്തിൽ കലഹങ്ങൾ, സാമ്പത്തികമായിട്ട് ഇടപാടുകളിൽ കലഹങ്ങൾ, സുഹൃത്ത് ബന്ധങ്ങളിൽ കലഹങ്ങൾ, ഇതൊക്കെ സംഭവിക്കാൻ ഈ സമയത്ത് സാധ്യതയുണ്ട്. നമ്മൾക്ക് സഹായങ്ങൾ ചെയ്യുന്ന സുഹൃത്തുക്കളാണെങ്കിലും നമ്മൾ അങ്ങോട്ട് സഹായങ്ങൾ ചെയ്യുന്ന സുഹൃത്തുക്കളാണെങ്കിലൊക്കെ അങ്ങോട്ട് അന്യോന്യമൊക്കെ കലഹിക്കാനും പല രീതിയിലുള്ള സംസാരങ്ങൾ, മോശമായിട്ടുള്ള സംസാരങ്ങളൊക്കെ വരാനൊക്കെ സാധ്യത ഉള്ള സമയമാണിത്. പിന്നെ അതുപോലെ തന്നെ മുടങ്ങിക്കിടക്കുന്ന ഗൃഹനിർമ്മാണമൊക്കെ ആരംഭിക്കുക. അതിനൊക്കെ എന്തെങ്കിലും അവസരങ്ങളും സാഹചര്യങ്ങളൊക്കെ വന്നു ചേരും. ഒരു വീട് നിർമ്മാണം തുടങ്ങിയിട്ട് തടസ്സപ്പെട്ട് കിടക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ നിർമ്മിക്കാനായിട്ട് ഭൂമി വാങ്ങിക്കാൻ ആ കാര്യങ്ങൾക്ക് തടസ്സമുണ്ടെങ്കിൽ, അതോടനുബന്ധിച്ചുള്ള പണം കിട്ടാൻ തടസ്സമുണ്ടെങ്കിൽ, ഇവയെല്ലാം നടക്കാൻ പറ്റിയൊരു സമയമാണിത്. ഏതെങ്കിലും രീതിയിലൊക്കെ ഗൃഹനിർമ്മാണത്തിന് തടസ്സങ്ങളൊക്കെ നീങ്ങി സാമ്പത്തിക സ്ഥിതികളൊക്കെ വന്നു ചേർന്ന് അതിനകത്തൊക്കെ അഭിവൃദ്ധി നേടാനും ആ പണിയൊക്കെ പുനരാരംഭിക്കാനൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് നല്ല നല്ല സുഹൃത്ത് ബന്ധങ്ങൾ, പുതിയ നല്ല നല്ല ആഴത്തിലുള്ള സുഹൃത്ത് ബന്ധങ്ങൾ വന്നു ചേരും. അതിനൊക്കെ സാധ്യതയുണ്ട്. സ്ത്രീകൾക്ക് പൊതുവെ ഇത്തിരി മാനസിക ക്ലേശങ്ങളും സങ്കടങ്ങളും രോഗാതുരിതങ്ങളൊക്കെ ഉള്ളൊരു സമയമാണ് ഈ സന്ദർഭം. അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രം, അവർക്ക് പല കാര്യങ്ങളിലും സ്ത്രീകൾക്ക് തടസ്സങ്ങൾ നേരിടും. വിദേശയാത്രയ്ക്ക് പോകാൻ നിൽക്കുന്ന ആൾക്കാർക്ക് അവർക്ക് തടസ്സങ്ങൾ ഉണ്ടാവും. പുതിയ ജോലി നോക്കുന്ന ആൾക്കാർക്ക് സ്ത്രീകൾക്ക് തടസ്സങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഭർത്താക്കന്മാരായിട്ട് കലഹിക്കാനും വിഭിന്നമായിട്ട് നിൽക്കാനൊക്കെ ഉള്ള മനസ്സുകൾ വരും. അതുപോലെ തന്നെ എടുക്കുന്ന കാര്യങ്ങൾ ഒന്നും നടക്കാതെ വരുമ്പോൾ എല്ലാവരോടും ക്ലേശങ്ങളും മാനസിക വിഭ്രാന്തിയൊക്കെ കാണിക്കുന്ന അവസ്ഥകളൊക്കെ വരും ഈ നാളുകാർക്ക്. അതുപോലെ തന്നെ വയറായിട്ട് ബന്ധപ്പെട്ട് രോഗാവസ്ഥകൾക്കും സാധ്യതയുണ്ട് സ്ത്രീകൾക്ക്. അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രത്തിൽപ്പെട്ടിരിക്കുന്ന സ്ത്രീകൾക്ക് അവരുടെ വയറ് സംബന്ധമായിട്ട് രോഗാവസ്ഥകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ സമയമാണ്. പുരുഷന്മാർക്ക് രോഗാവസ്ഥകൾക്ക് സാധ്യതയില്ല എന്നുള്ളൂ. രോഗാവസ്ഥക്ക് സാധ്യതയില്ല. പിന്നെ അവർക്ക് അത്യാവശ്യം തൊഴിൽ രംഗമൊക്കെ മെച്ചപ്പെടും. പുരുഷന്മാർക്ക് നല്ല ഏറ്റവും ദൃഢമായിട്ടൊക്കെ ഉള്ള നല്ല സുഹൃത്ത് ബന്ധങ്ങൾ പുതിയതൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്.
പിന്നെ ആരെങ്കിലുമൊക്കെ പണം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പുരുഷന്മാർക്കാണെങ്കിൽ അതൊക്കെ തിരിച്ച് കിട്ടാനുള്ള സന്ദർഭവും സമയമൊക്കെയാണിത്. അതിനൊക്കെ പറ്റിയ യോഗ്യമായിട്ടുള്ള സമയമാണ്. അതെല്ലാം വന്ന് ചേരുകയും ചെയ്യും. അതൊക്കെ ഗുണങ്ങളാണ്. പിന്നെ രോഗാവസ്ഥകൾ ഉള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ട സമയമാണിത്. ചില രോഗങ്ങൾക്ക് മൂർച്ഛനാവസ്ഥ വരും, അത് കൂടാനുള്ള സാഹചര്യങ്ങൾ വരും. അതിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, മാനസിക ക്ലേശങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അത് സ്ത്രീ പുരുഷ ഭേദമന്യേ ബാധിക്കാവുന്നൊരു കാര്യമാണ്. രോഗാവസ്ഥയിലായിട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ആ രോഗം അല്പം കൂടി കൂടുവാനും അതനുബന്ധിച്ചുള്ള വിഷമസന്ധികൾ അനുഭവിക്കാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനത്തെ ഒരു സമയമാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വിവാഹം നോക്കുന്ന ഈ നാളുകാർക്ക്, പെൺകുട്ടികൾക്കൊക്കെ വിവാഹ കാര്യങ്ങൾക്ക് അനുകൂലമാവാൻ സാധ്യതയുണ്ട്. അവിട്ടം, ചതയം, പുരുട്ടാതി നക്ഷത്രം, ഈ നക്ഷത്രക്കാർ പെൺകുട്ടികൾ വിവാഹം നോക്കണമെങ്കിൽ അതൊന്നും വലിയ അകൽച്ചയില്ലാതെ നടക്കാനൊക്കെ സാധ്യതയുണ്ട്. അതിനൊക്കെ പറ്റിയൊരു സന്ദർഭവും സമയമൊക്കെയാണിത്. അതൊക്കെ ഉചിതമായിട്ട് നടക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പുരുഷന്മാർക്ക് വിദേശയോഗം നോക്കുന്ന ആൾക്കാർക്ക് വിദേശയാത്രക്കൊക്കെ സാധ്യതയുണ്ട്. പിന്നെ മാനസിക ക്ലേശങ്ങളുണ്ടാവും. ചില ആൾക്കാർക്ക് അപകീർത്തികളൊക്കെ വന്നു ചേരും. ഈ പുരുഷാധിപ്പെട്ടിരിക്കുന്ന ആൺകുട്ടികൾ, ഒരു 24 വയസ്സിന് ഉള്ളിലുള്ള ആൺകുട്ടികൾക്കൊക്കെ കുടുംബത്തിൽ പല രീതിയിലുള്ള മോശ സന്ദർഭങ്ങളും മോശാവസ്ഥകളൊക്കെ ഉണ്ടാവും. അപകീർത്തി വന്നു ചേരും, പോലീസ് കേസുകൾ വന്നു ചേരും, അന്യോന്യം കലഹിക്കുന്ന സാഹചര്യങ്ങൾ വരും. അതൊരു 18 വയസ്സ് തുടങ്ങി 26-27 വയസ്സ് വരെയൊക്കെയുള്ള പുരുഷാധിപ്പെട്ടിരിക്കുന്ന ആൺകുട്ടികൾക്ക് പല വിധത്തിലുള്ള ആപത്തുകളും ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും അപമാനങ്ങളെല്ലാം വന്നു ചേരും. മാനഹാനി വന്നു ചേരും. അങ്ങനെയുള്ളതൊക്കെ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ചെറുപ്പപ്രായക്കാരായിട്ടുള്ള പുരുഷാധികാർ ശരിക്കും ശ്രദ്ധിക്കണം. അവരൊക്കെ മാതാപിതാക്കളൊക്കെ അനുസരിക്കാനുള്ളതും അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കുന്ന ഗുരുക്കന്മാരൊക്കെ അനുസരിക്കാനുള്ളതൊക്കെ ഏറ്റവും നല്ലൊരു മനസ്സുണ്ടാക്കിയെടുക്കണം. അതല്ലെങ്കിൽ അവർക്കൊക്കെ വിഷമസന്ധികൾ അനുഭവിക്കേണ്ടി വരും. അവരെ ചൊല്ലി കുടുംബത്തിൽ കലഹങ്ങളാവാനും മാതാപിതാക്കൾക്ക് ക്ലേശങ്ങൾ ഉണ്ടാവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം അതൊക്കെ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ഇതിനൊക്കെ പരിഹാരങ്ങളുണ്ട്. ഈ നക്ഷത്രക്കാർ സ്ത്രീകൾക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ബാധിക്കുന്ന സ്ത്രീകൾക്ക്, കർമ്മരംഗത്ത് തടസ്സം ബാധിക്കുന്ന സ്ത്രീകൾക്ക് മഹാദേവ ക്ഷേത്രത്തിൽ പോയിട്ട് കൂവളത്തല കൊണ്ട് അഘോര മന്ത്രാർച്ചന നടത്താം. അത് വളരെ വിശേഷമാണ്. ഏതിലും അടുത്തുള്ള മഹാദേവ ക്ഷേത്രത്തിൽ പോയിട്ട് കൂവളത്തില കൊണ്ട് അഘോര മന്ത്രാർച്ചന നടത്താം. പിൻവിളക്ക് തെളിയിക്കുക. ഇത് ഇവരുടെ തടസ്സങ്ങൾ നീങ്ങാൻ വളരെ വിശേഷമാണ്. അതുപോലെ തന്നെ പുരുഷന്മാർക്കാണെങ്കിൽ എന്തെങ്കിലും മാനസിക ക്ലേശങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വിഷ്ണു ഭഗവാൻ, കൃഷ്ണ ഭഗവാന് കദളിപ്പഴ നിവേദ്യം കഴിക്കണ നല്ലതാണ്. കദളിപ്പഴ നിവേദ്യം, അത് നെയ്വിളക്ക്, അത് അല്പം കൂടി ബുദ്ധിമുട്ടുകൾ നീങ്ങാനും കർമ്മരംഗത്ത് അഭിവൃദ്ധി ഉണ്ടാവാനും മാനസിക ബുദ്ധിമുട്ടുകൾ നീങ്ങാനൊക്കെ വളരെ വിശേഷമാണ്. അതുപോലെ തന്നെ ഈ പുരുട്ടാതി നക്ഷത്രക്കാർ ആൺകുട്ടികൾ അനവധി ബുദ്ധിമുട്ടുകളിൽ പെട്ടിരിക്കുന്ന ആൺകുട്ടികളുണ്ടെങ്കിൽ അവർക്കാണെങ്കിലും മഹാദേവന് ജലധാര പിൻവിളക്ക് കഴിച്ച് പ്രാർത്ഥിക്കാം, അഘോര മന്ത്രാർച്ചന നടത്തി പ്രാർത്ഥിക്കാം. അതിലൂടെയൊക്കെ മുക്തി കിട്ടണം, മാറ്റം വരണം. ഗണപതി ഭഗവാൻ എന്തെങ്കിലും വഴിപാട് വെച്ച് പ്രാർത്ഥിക്കാം. അതിലൂടെയൊക്കെ ഇവർക്ക് മോചനം കിട്ടും, മുക്തി കിട്ടും. അതിനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഇതിൽ ശ്രദ്ധിക്കേണ്ട സമയമാണ് പുരുട്ടാതി ആൺകുട്ടികൾ. അവർക്ക് പല വിധത്തിലുള്ള വിഷമസന്ധികൾ വന്നു ചേരും. അവർക്ക് അതേ കൂട്ടത്തെ ബുദ്ധിമുട്ടുള്ള സമയമായതുകൊണ്ട് പല രീതിയിലും വിഷമസന്ധികൾ ഉണ്ടാവും. അവർക്ക് കുടുംബത്തിലെ ലോഹ്യങ്ങൾ ഉണ്ടാവും. അതെല്ലാം വിട്ടുമാറാൻ വേണ്ടി മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം. മഹാദേവൻ്റെ പോയി മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് അഘോര മന്ത്രാർച്ചന ജലധാര പിൻവിളക്ക് കഴിക്കണം വളരെ വിശേഷമാണ്. പ്രദോഷ ദിവസം പോയിട്ട് പ്രാർത്ഥിക്കണം വളരെ വിശേഷമാണ്. എല്ലാ രീതിയിലും മുക്തികൾ കിട്ടണം. ആപത്തിൽ നിന്നൊക്കെ മോചിതരാവണവരെല്ലാവരും. അപ്പം അതിനൊക്കെ വേണ്ടി ശരിക്കും മനസ്സറിഞ്ഞ് പ്രയത്നിക്കുക. എന്തായാലും എല്ലാവരും എല്ലാ ദുരിതങ്ങളും ദോഷങ്ങളും ആപത്തുകളും എല്ലാം നീങ്ങട്ടെ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനുണ്ട്. ദേവനോട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനുണ്ട്. അപ്പം നമ്മളുടെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, ഈ വീഡിയോസ് കാണാനും കേൾക്കാനൊക്കെ താല്പര്യമുള്ള ആൾക്കാർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മളുടെ ഈ സംരംഭത്തെ പ്രോത്സാഹിപ്പിക്കുക. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനുണ്ട്. എല്ലാവർക്കും മഹാദേവൻ എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളും എല്ലാം തരും. ശുഭദിനാശംസകൾ എല്ലാ നന്മകളും നേരുന്നു. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ.